വെൽക്കം ടു മർണക്കിണർ ട്രോഫി സുന്ദരമുത്തി റിംഗ് മാസ്റ്റർ വിസിലടിച്ചാൽ ഒരിക്കൽ ഒരു അച്ഛനും മകനും ദൂര സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. നടന്നാണ് പോകുന്നത്. അച്ഛന്റെ തലയിലും കയ്യിലുമായി ചാക്കുകെട്ടുകളുണ്ട്. മകന്റെ കയ്യിൽ ഒരു വിളക്കു മാത്രമാണുള്ളത്. അങ്ങനെ യാത്ര ചെയ്ത് വൈകുന്നേരമായി. അവർ ഒരു വയൽക്കരയിലൂടെയാണ് നടക്കുന്നത്. ഇരുട്ട് പരന്നതിനാൽ വയൽ വരമ്പിലൂടെ വളരെ പ്രയാസപ്പെട്ടാണ് ഇരുവരും നടന്നത്. ചെറിയ നിലാവെളിച്ചം മാത്രമേയുള്ളൂ. ഇത് കണ്ട് അച്ഛൻ പറഞ്ഞു, മോനെ, നീ ആ വിളക്ക് കത്തിക്ക്, വെളിച്ചമില്ല. അപ്പോൾ മകൻ പറയുകയാണ്, അച്ഛാ, ഇപ്പോൾ വിളക്ക് കത്തിച്ചാൽ എണ്ണ തീർന്നു പോവും. കുറച്ചുകൂടി ഇങ്ങനെ നടക്കാം, എന്നിട്ട് വിളക്ക് കത്തിക്കാം. അവൻ വിളക്കും പിടിച്ച് മുന്നിൽ നടന്നു. അച്ഛൻ ഒന്നും മിണ്ടാതെ യാത്ര തുടർന്നു. കുറച്ചുകൂടി ചെന്നപ്പോൾ ഇരുട്ടിന് കനം വെച്ചു. നിലാവിന്റെ വെളിച്ചവുമില്ല. അച്ഛൻ വീണ്ടും പറഞ്ഞു, മോനെ, ഇനിയെങ്കിലും ആ വിളക്കൊന്ന് കത്തിക്ക്, വഴി തീരെ കാണുന്നില്ല. ഇത് കേട്ട് മകൻ വിളക്ക് കത്തിച്ചു. എന്നിട്ട് താഴ്ത്തി തൂക്കി പിടിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ, വിളക്ക് ഉയർത്തിപ്പിടിക്ക്, എങ്കിലല്ലേ വഴി വ്യക്തമായി കാണൂ. അപ്പോൾ മകൻ പറഞ്ഞു, അച്ഛാ, വിളക്ക് ഉയർത്തിപ്പിടിച്ചാൽ കാറ്റത്ത് അണഞ്ഞു പോകും. അതാ ഞാൻ വിളക്ക് താഴ്ത്തി പിടിച്ചിരിക്കുന്നത്. മകൻ പറഞ്ഞത് കേട്ട് അച്ഛൻ ഒന്നും മിണ്ടാതെ തപ്പിത്തടഞ്ഞ് നടന്നു. കുറച്ചുകൂടി നടന്നതും മകൻ കാലുതെറ്റി വയലിനടുത്തുള്ള കുഴിയിലേക്ക് വീഴാൻ പോയി. പെട്ടെന്ന് അച്ഛൻ അവനെ കടന്നു പിടിച്ചതിനാൽ വീണില്ല. ഇനിയെങ്കിലും നീ ആ വിളക്കൊന്ന് ഉയർത്തിപ്പിടിക്കുമോനെ, വഴി ശരിക്കൊന്ന് കാണട്ടെ, അച്ഛൻ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. മകൻ വിളക്ക് ഉയർത്തിപ്പിടിച്ചു. അപ്പോഴാണ് അവന് അച്ഛൻ പറഞ്ഞത് ബോധ്യമായത്. ഇപ്പോൾ വിളക്കിന്റെ വെട്ടം വീണ് വഴി നന്നായി കാണാൻ പറ്റുന്നുണ്ട്. മുന്നിലുള്ള കുഴിയും കുറച്ചകലെയായി ഒരു പാമ്പ് ഇഴഞ്ഞു പോകുന്നതുമെല്ലാം അവർ കണ്ടു. വെളിച്ചം നന്നായി കിട്ടിയതോടെ അവർക്ക് വേഗത്തിൽ നടക്കാനായി. നേരത്തെ തന്നെ വിളക്ക് കത്തിച്ച് ഉയർത്തിപ്പിടിച്ചിരുന്നുവെങ്കിൽ ബുദ്ധിമുട്ടുകളില്ലാതെ ലക്ഷ്യസ്ഥാനത്തെത്താമായിരുന്നു എന്ന് അവന് തോന്നി. നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള വിളക്കുകളുണ്ട്. എന്താണ് അവയെന്ന് അറിയാമോ? നമ്മുടെ ബുദ്ധിയും കഴിവുമാണത്. നമ്മുടെ മുന്നോട്ടുള്ള വഴി തെളിഞ്ഞു കാണാൻ ഈ വിളക്ക് താഴ്ത്തിപ്പിടിക്കാതെ ഉയർത്തിപ്പിടിച്ചു വേണം നടക്കാൻ. എങ്കിലേ മുന്നിലുള്ള ലോകം മനസ്സിലാക്കി ജീവിത വിജയം നേടാനാവൂ. ഈ കൊച്ചു കഥ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യണേ. ഇനി നിങ്ങൾക്ക് എത്തരത്തിലുള്ള കഥകളാണ് കേൾക്കാൻ ഇഷ്ടമെന്ന് കമന്റ് ചെയ്യണോട്ടോ. ഈ മുത്തശ്ശി ആ കഥയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരാട്ടോ.